ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വികസന സമിതി ധനശേഖരണാർത്ഥം ജില്ലാ വോളിബോൾ അസോസിയേഷന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് 2026 ഏപ്രിൽ 6 വൈകുന്നേരം 6 മണി മുതൽ കൊട്ടോടി സ്കൂൾ ഗ്രൌണ്ടിൽ പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. കള്ളാർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രജിത, 14 വാർഡ് മെമ്പർ ബിന്ദു ഗംഗാധരൻ, ചെയർമാൻ ഉമ്മർ പൂണൂർ, ജനറൽ കൺവീനർ പി.ജി. പ്രശാന്ത്, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണൻ, അഞ്ജനമുക്കൂട് എന്നിവരാണ് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തത്. സ്കൂൾ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് 2026 ഏപ്രിൽ 6 വൈകുന്നേരം 6 മണി മുതൽ കൊട്ടോടി സ്കൂൾ ഗ്രൗണ്ടിൽ പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുകയാണ്. സ്കൂൾ വികസന നിധി സമാഹരണത്തിനായി നടത്തുന്ന പ്രസ്തുത ടൂർണമെന്റിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 6 പ്രമുഖ പുരുഷ ടീമുകളും പങ്കെടുക്കുന്നു. ഇതോടൊപ്പം 2 വനിതാ ടീമുകളുടെ പ്രത്യേക മത്സരവും നടക്കും. ടൂർണമെന്റ് നടത്തിപ്പിനായി PTA പ്രസിഡന്റ് ശ്രീ ഉമ്മർ പൂണൂർ ചെയർമാനായും ശ്രീ പ്രശാന്ത് പി.ജി. ജനറൽ കൺവീനറായും SMC ചെയർമാൻ ശ്രീ ശശിധരൻ A. ഫിനാൻസ് കമ്മിറ്റി ചെയർമാനായും വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നു. സ്കൂൾ വികസന നിധി സമാഹരണത്തിനായി നടത്തുന്ന ടൂർണമെന്റിന്റെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള 6 പ്രമുഖ പുരുഷ ടീമുകൾ പങ്കെടുക്കും. ഇതോടൊപ്പം 2 വനിതാ ടീമുകളുടെ പ്രത്യേക മത്സരവും നടക്കും. ടൂർണമെന്റ് നടത്തിപ്പിനായി PTA പ്രസിഡന്റ് ഉമ്മർ പൂണൂർ ചെയർമാനും അധ്യാപകൻ P.G. പ്രശാന്ത് ജനറൽ കൺവീനറും SMC ചെയർമാൻ A. ശശിധരൻ ഫിനാൻസ് കമ്മിറ്റി ചെയർമാനായും വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. വിജയികൾക്ക് ഒന്നാം സമ്മാനമായി 33,333 രൂപയും ട്രോഫിയും, രണ്ടാം സമ്മാനക്കാർക്ക് 22,222 രൂപയും ട്രോഫിയും നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.